നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസലോകം പ്രവാസികൾക്കെന്നും സ്വപ്നം തന്നെയാണ്. തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ലോകം. അത്തരത്തിൽ തന്നെയാണ് ജീവിതമാർഗം തേടി ഈ കുടുംബവും കുവൈറ്റിലെത്തിയത്. ഭാഗ്യ ടിക്കറ്റായ ബിഗ് ടിക്കറ്റ് തുണച്ചപ്പോൾ അത് പത്തനംതിട്ട ജില്ലയുടെയും ഭാഗ്യമായി മാറിയ കഥ ഏറെ ആകാംക്ഷയോടെയാണ് പ്രവാസികൾ കേൾക്കുന്നത്. അബുദാബിയിൽ ബുധനാഴ്ച നറുക്കെടുത്ത ബിഗ് ടിക്കറ്റ് ലോട്ടറിയുടെ ഒന്നാം സ്ഥാനം പങ്കിട്ട 3 സുഹൃത്തുക്കളിൽ 2 പേരും പത്തനംതിട്ട ജില്ലക്കാരാണ്. കല്ലൂപ്പാറ മടത്തും ഭാഗം വടക്ക് പേരിലെടുത്ത് നോബിൻ പി മാത്യു, കുമ്പളാംപൊയ്ക പുത്തൻവീട്ടിൽ മിനു തോമസ് എന്നിവരാണ് ഇവർ. 1.5 കോടി ദിർഹം, അതായത് ഏകദേശം 30 കോടി രൂപയാണ് സമ്മാനമായി ഇവർ നേടിയത്. കഴിഞ്ഞ മാസം 17-നാണ് ഇവർ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തത്. 42 കുവൈറ്റ് ദിനാറായിരുന്നു ടിക്കറ്റ് വില. കാഞ്ഞങ്ങാട് സ്വദേശിയും സഹപ്രവർത്തകനുമായ പ്രമോദ് മാട്ടുമ്മലും ടിക്കറ്റ് എടുക്കാൻ പങ്കാളിയായി. ബുധനാഴ്ച വൈകിട്ട് സഹപ്രവർത്തകനായ അഖിൽ നായരാണ് ഭാഗ്യവിവരം ഫോണിലൂടെ അറിയിച്ചത്. ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും വിവരമെത്തിയപ്പോഴാണ് ആശ്വാസം വന്നത് എന്നും ഇവർ പറയുകയുണ്ടായി. പി കെ മാത്യുവിന്റെയും പരേതയായ നിർമ്മലയുടെയും മകനാണ് നോബിൻ. 14 വർഷമായി കുവൈറ്റിൽ ജോലി നോക്കി വരികയാണ്. കിയ ഓട്ടോമൊബൈൽസ് ഡീലറായ നാഷണൽ ഏജൻസീസ് ഗ്രൂപ്പിലെ സൂപ്പർവൈസർ കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ഭാര്യ എലിസബത്ത് ഡയറ്റീഷ്യനായി ജോലി ചെയ്യുന്നു. മകൻ യോഹാൻ നോബി മാത്യു LKG വിദ്യാർത്ഥിയാണ്. 2 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. അമ്മയുടെ ജന്മദിനത്തിന്റെ പിറ്റേന്നായിരുന്നു നറുക്കെടുപ്പ്. അമ്മയുടെ പ്രാർത്ഥനയാണ് ഭാഗ്യമെത്താൻ കാരണമെന്ന് നോബിൻ വ്യക്തമാക്കിയുണ്ടായി. നാഷണൽ ഏജൻസീസ് ഗ്രൂപ്പിലെ തന്നെ സൂപ്പർവൈസറായ മിനു തോമസ് പരേതനായ PS തോമസിന്റെയും പൊന്നമ്മയുടെ മകനാണ്. 2 പതിറ്റാണ്ടായി കുവൈറ്റിൽ തന്നെയുണ്ട്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ നേഴ്സായി തിരുവല്ല സ്വദേശി ലിസിയാണ് ഭാര്യ. മക്കൾ മെൽവിൻ, ആൽവിൻ എന്നിവരാണ്. ഇരുവരും കുടുംബസമേതം മാർച്ചിൽ നാട്ടിലെത്താനിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി കാരണം യാത്രയും മുടങ്ങി. വിമാന സർവീസുകൾ സാധാരണ നിലയിലായാൽ ഉടൻ നാട്ടിലെത്തുമെന്നാണ് ഇവർ പറയുന്നത്. വീട്ടുകാരുമായി ആലോചിച്ച് സമ്മാനത്തുക നല്ല സംരംഭങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ഇരുവരും പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.